ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല കിടിലനായിട്ടുള്ളൊരു ബീഫ് ലിവർ റോസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ഉപ്പ്, കുറച്ച് ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ വിനാഗിരി, ഒരു 1/4 ഗ്ലാസ് വെള്ളം. ഇതൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കുക, പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഉരുളി വെച്ചിട്ട് അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ എണ്ണ, ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് ചൂടായി വരട്ടെ. വന്നിട്ട് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇടുക. എന്നിട്ട് നന്നായിട്ട് പൊട്ടി വരട്ടെ. അതിലേക്ക് 2 മീഡിയം സൈസ് സവാള നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വാടാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് വഴഞ്ഞു വരാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ട് സവാള വാടി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച മസാല പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഈ മസാല മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഈ ലിവറിലേക്കുള്ളത്. ഇതാണ് നമ്മുടെ മെയിൻ മസാല എന്ന് പറയുന്നത്. നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വഴഞ്ഞു വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് 1 കിലോ ബീഫിൻ്റെ ലിവർ എടുത്തിട്ടുണ്ട്. അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മളിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കുക. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ലിവറും മസാലയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു 2 ഗ്ലാസോളം വെള്ളം വരും. അത് മിക്സിയുടെ ജാറിലുള്ള മസാല കൂടി കഴുകി ഒഴിച്ചതാണ്. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത്, അത് ലിവർ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളവും ലിവറും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. എന്നിട്ട് അതിലേക്ക് ഈ ഒരു പരുവാവുന്ന സമയത്ത് 2 മീഡിയം സൈസ് പഴുത്ത തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ തക്കാളി കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എന്നിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാം. നന്നായി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇളക്കി കൊടുക്കും വേണം കേട്ടോ. കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ, അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഈ ഒരു ബ്ലാക്ക് കളർ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ ആവുന്നത് വരെ ഇളക്കിയാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് ലിവർ റോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.